ചെറുതീയിൽ അടുപ്പത്ത് വെച്ച് വേവിച്ച് വരട്ടിയെടുത്തിട്ടുള്ള ഒരു അടിപൊളി പോർക്കിറച്ചി ഫ്രൈഡ് റെസിപ്പി നോക്കിയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം ഒരു 1/4 ടീസ്പൂൺ ജീരകം ഒന്ന് ചതച്ചെടുക്കാം. ഇതൊന്ന് അത്യാവശ്യം ഒന്ന് ചതഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അതുകൂടി നമുക്ക് ഒരുമിച്ചൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പൗഡർ ആയിട്ടൊന്നും പൊടിഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്തിട്ട് ഒന്ന് കൂട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മസാല സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1/4 കിലോ പോർക്കിറച്ചി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 3 ടീസ്പൂൺ വെളുത്തുള്ളി അല്ലി മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക്, അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒപ്പം തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള മസാല 2 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് ചുവന്നുള്ളി രണ്ടാക്കി മുറിച്ചത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഈ മസാലയൊക്കെ പോർക്കിറച്ചിയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുന്നവരെ അത്യാവശ്യം നല്ല ശക്തി ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്നെടുക്കാം. ഇനി ഞാൻ ഈ ഒരു പോർക്കിറച്ചി മസാലയും കൂടിയിട്ടുള്ള മിക്സ് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു പോർക്കിറച്ചി പ്രഷർ കുക്കറിലൊന്നും വേവിക്കുന്നില്ല കേട്ടോ. ഇതുപോലെ ചെറുതീയിൽ വെച്ച് അടച്ചു വെച്ചിട്ടാണ് ഞാനിപ്പോൾ വേവിക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഈ ഇറച്ചിയിൽ നിന്ന് അത്യാവശ്യമൊക്കെ ഇറങ്ങിയൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിറകടുപ്പുണ്ടെങ്കിൽ അതിൽ വെക്കുന്നതായിരിക്കോട്ടെ എത്രയും നല്ലത്. നമുക്ക് ഗ്യാസും ലാഭിക്കാം, അതുപോലെ നല്ല ടേസ്റ്റി ആയിരിക്കും വിറകടുപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് വീണ്ടും മൂടി വെക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പോർക്കിറച്ചി നന്നായിട്ട് വേകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. വെള്ളം വറ്റി തുടങ്ങാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പോർക്കിറച്ചി ഏകദേശം മുഴുവനായിട്ട് തന്നെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മസാല ബാക്കിയുള്ളത് 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിലേക്ക് ഒരു തുള്ളി പോലും എണ്ണ ചേർത്തിട്ടില്ല കേട്ടോ. ഈ പോർക്കിറച്ചിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള നെയ്യ് മാത്രമാണ് ഉള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഈ വെള്ളം മുഴുവനായിട്ട് വറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പോർക്കിറച്ചിയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പോർക്കിറച്ചി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിറകടുപ്പിൽ വെച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസൊക്കെ നമുക്ക് ലാഭിക്കാം, കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതുവരെ പോർക്കിറച്ചി ഇതുപോലെ സ്ലോ കുക്ക് ചെയ്തിട്ട് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ. നല്ല ചൂട് ചോറിൻ്റെയോ അപ്പത്തിൻ്റെയോ പൊറോട്ടയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി ഡിഷാണ്.